ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രഷ് ജ്യൂസാണ്. നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ഫ്രഷ് ജ്യൂസാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കാണുന്നത്. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഒരു നേന്ത്രപ്പഴം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആപ്പിളാണ്. എത്ര വേണമെങ്കിലും ഫ്രൂട്ട്സുകൾ ഇതിനെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് എല്ലാ ഫ്രൂട്ട്സും ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു ബൗള്. പിന്നെ നമ്മുടെ പപ്പായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അതാണ് ഈ ജ്യൂസിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അതും നമ്മളിവിടെ ഒരു 3 പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ ആവശ്യമായിട്ട് നമ്മൾ കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മധുരം നമ്മൾ പഞ്ചസാര ചേർക്കണില്ല. നമ്മൾ നറുനണ്ടി സർബത്ത് ഉണ്ടല്ലോ, അതിന് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കണം ആ നറുനണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ട്. അപ്പോൾ പഞ്ചസാര ചേർക്കേണ്ടവർക്ക് പഞ്ചസാര ചേർക്കാം, അല്ലെങ്കിൽ ഹണി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നറുനണ്ടി സർബത്ത് ഉണ്ടാക്കുന്ന നറുനണ്ടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പാളയംകോടൻ പഴം ഉണ്ടല്ലോ, അത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിട്ടാ. നമ്മൾ നല്ലോണം ഭയങ്കരമായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണില്ല. ചെറുതായിട്ട് ഈ നമ്മുടെ ഫ്രൂട്ട്സുകളൊക്കെ ഒന്ന് കടിക്കണം നമുക്ക്. ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ജ്യൂസ് എടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഴം നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട്, ഈ പഴം മാത്രം നമ്മൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. പഴമാണ് ജ്യൂസിന് നല്ല ടേസ്റ്റ് കൂട്ടുന്നത്. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ പാളയംകോടൻ പഴം എടുത്തേക്കണത്. നിങ്ങൾക്ക് റോബസ്റ്റ് പഴം എടുക്കാം, ഞാലിപ്പൂവൻ പഴം എടുക്കാം, അതൊക്കെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. റോബസ്റ്റ് പഴവും മറ്റേ പഴമൊക്കെ എടുക്കണേലും നല്ലത് നമ്മുടെ പാളയംകോടൻ പഴത്തിനാട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. ഞാൻ 2-3 പ്രാവശ്യം മറ്റേതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പാളയംകോടൻ പഴത്തിനാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ പാളയംകോടൻ പഴം എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് നന്നായിട്ട് ഇത്തിരി കൂടുതലായിട്ട് കിട്ടും. ഇനി അടുത്തത് നമുക്കിതിലേക്ക് നമ്മുടെ വാട്ടർമെലൺ ഒഴിച്ചു കൊടുക്കാം. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലണും കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചു. ഇതുപോലെ നല്ല കുറച്ച് നമ്മുടെ കഷ്ണങ്ങൾ അതിൻ്റെ അകത്ത് കടിക്കാൻ കിട്ടണം കേട്ടോ. അടുത്തത് നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ പപ്പായാണ് നമ്മൾ ചേർക്കാൻ പോണത്. അതും നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പപ്പായയും നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ ചേർക്കാൻ പോണത് നമ്മുടെ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓരോരോ ഫ്രൂട്ട്സുകളായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പാകത്തിന് നമുക്ക് അരച്ചെടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഫ്രൂട്ട്സുകളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നേന്ത്രപ്പഴം ചേർത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആപ്പിളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ആപ്പിളാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്തോരളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പഞ്ചസാരയും നറുനണ്ടി സർബത്തും ഒന്നും ചേർത്തില്ലെങ്കിലും നിങ്ങൾക്കിത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ മധുരം ഉണ്ടല്ലോ, അതിൽ നമുക്ക് കഴിക്കാം കേട്ടോ. ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കഴിക്കാം. അപ്പോൾ മധുരം ചേർക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഷുഗർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സർബത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതും കൂടി അതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആപ്പിൾ ചേർത്തപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫ്രൂട്ട്സുകളൊന്നും അടിക്കാനില്ല. ഇനി നമുക്ക് മാംഗോ കിട്ടുകയാണെങ്കിൽ മാംഗോ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ലാസ്റ്റ് ആപ്പിളാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ നറുനണ്ടി സർബത്തും കൂടി ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള സർബത്തും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ജ്യൂസ് നമ്മൾ മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേപ്സ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ മധുരമൊക്കെ നോക്കുക. മധുരം പോരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സർബത്ത് നമുക്ക് ഇപ്പോഴായാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നോക്കാം. ഞാൻ മധുരം നോക്കി പാകത്തിന് ആവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും നമ്മുടെ ജ്യൂസ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഐസ്ക്രീമൊക്കെ മുകളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാഷ്നട്ടും ഇട്ടിട്ടുണ്ട്. ഇതൊന്നും വേണ്ടെങ്കിലും ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.